ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഒമാനിലുള്ള ജബൽ അക്തർ എന്നുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷത്തോടുകൂടി എക്സൈറ്റ്മെൻറ്റോടു കൂടിയിട്ടാണ് ഞാൻ ഈ യാത്ര തുടങ്ങിയത്. കാരണം കുറേ ഈ ജബൽ അക്തർ കാണണം എന്നുള്ള ഒരു പൂതി മനസ്സിലായി. കുറേ കഴിഞ്ഞ വർഷം തന്നെ ഞാൻ വന്നപ്പോഴും കേട്ടിട്ടുണ്ടായിരുന്നു ജബൽ അക്തറിനെ കുറിച്ചിട്ട്. അവിടെ ക്ലൈമറ്റ് ആയിക്കോട്ടെ ഒക്കെ വേറെ നല്ല രസമുള്ള സ്ഥലമാണ് എന്നൊക്കെ, ഭയങ്കര ഹൈറ്റിലാണെന്നൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ജബൽ അക്തർ ഓൾമോസ്റ്റ് 6600 ഫീറ്റ് എബോ ആണ് സീ ലെവലിൻ്റെ. അപ്പോൾ അത്രത്തോളം ഉയരത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പോണതും കാണുന്നതൊക്കെ. വളരെയധികം ഒരു ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു എങ്ങനെ ആയിരിക്കും പ്ലേസ് എന്നുള്ളതൊക്കെ. അറബ് വേൾഡിലേക്ക് മനസ്സിലായി, അറബ് വേൾഡ് മന്തി കഴിക്കാം. ആൻഡ് ഇവിടുത്തെ മന്തി വെച്ചാൽ ഭയങ്കര അഫോർഡബിൾ ആണ്, നല്ല ടേസ്റ്റുമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, അപ്പോൾ നമ്മൾ ഫഞ്ചയിലുള്ള അറബ് വേൾഡിലാണ് കേട്ടുള്ളത്. നമ്മൾ പോണ വഴി ഇവിടെ കയറി ഫുഡ് അടിച്ചിട്ട് പോകാന്നുള്ള രീതിയിലായിരുന്നു. ഫസ്റ്റ് തന്നെ സൂപ്പ് ഇതെന്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോ മട്ടൺ സൂപ്പാണ്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ്. നിങ്ങൾ കുടിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര സോഫ്റ്റ്. അപ്പൊ ഫുഡ് കഴിക്കട്ടെ. നമുക്ക് ഹലവ ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്നു. ഇത് മസാല ചായയും ഹലവ ഇതിന് ശേഷം വേണം. ഞാൻ അത് കഴിക്കാറില്ല, ഇത് ഇറക്കാര്യം. പക്ഷെ നമുക്ക് കൊടുക്കാം. നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിക്കാൻ വിചാരിച്ചു. ദിസ് ഇസ് ഫഞ്ച ഗൈസ്, പഞ്ചവാദ്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു 2-3 hours കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ മലകളും ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടു തുടങ്ങി. അപ്പൊ തന്നെ ക്ലൈമറ്റ് നന്നായി ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഫീൽ ചെയ്യായിരുന്നു. പിന്നെ ശരിക്കും ഫാമിലി ഒക്കെ ആയിട്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് പറ്റിയ ഒരു റോഡ് ട്രിപ്പും കൂടിയാണ് ജബൽ അക്തർ. നമ്മൾ പോകുമ്പോഴായിക്കോട്ടെ നമുക്കൊരു ലിമിറ്റഡ് സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ കൂടി നല്ല നല്ല രസമുള്ള റോഡ് ട്രിപ്പ് ആയിരുന്നു. ആ ജബൽ അക്തറിന്റെ മൗണ്ടൻ കയറുന്ന വരെ പ്ലെയിൻ റോഡാണ്. പിന്നീട് മൗണ്ടൻ കയറുമ്പോൾ ഭയങ്കര കർവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതുവരെ പ്ലെയിൻ റോഡാണ്. നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാം.
മല കയറി തുടങ്ങിയില്ല. അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തി. ആ സ്പോട്ടിലെത്തുന്നതിന് മുന്നേ ഇവിടെ ഒരു ചെക്കിങ് പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു. വേറെ ജസ്റ്റ് എൻക്വയറി മാത്രം ചെയ്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ കേറി തുടങ്ങി. ചെവി അടഞ്ഞ ഐസി ഫുഡ് കഴിച്ചല്ലേ? ഞാൻ ഐസി ഫുഡൊന്നും കഴിച്ചില്ല. എന്നിട്ട് ഒരു മൂഡില്ലാതെ ഇരിക്കാം. തിരിഞ്ഞ് തിരിഞ്ഞ് പോണം. സംഭവം എന്ന് വെച്ചാല് മല കയറുന്നതിന്റെ തുടക്കമൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ ഫുള്ള് ശരിക്കും കർവ് ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ ഹൈറ്റിലോട്ട് പോകുന്തോറും നമുക്ക് ഭയങ്കര ക്ഷീണം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ചിലപ്പോ കിളിയൊക്കെ പോയി ചിലപ്പോ ഫോണിൽ നോക്കിയിട്ടും കൂടി ആയിരിക്കും. എന്തോ രണ്ട് വാക്ക്. നമസ്കാരം. ഒമാൻ എന്ന ഈ സ്ഥലത്തിന്റെ പ്രത്യേകത പ്രകൃതി രമണീയമായ കുറെ കാഴ്ചകൾ കാണാൻ ഇവിടെ ഒട്ടനവധിയുണ്ട്. കാരണം ഒമാൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഏറെ ഡെസർട്ട് ഇല്ലെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ വർക്ക് ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ അതിൽ ഘടകവിരുദ്ധമായിട്ടാണ് ഇത്തവണ എൻ്റെ മകൻ്റെ അടുത്തേക്ക് എൻ്റെ പേരക്കുട്ടീനെയും വന്നപ്പോൾ എനിക്ക് ഉണ്ടായ അനുഭവം വളരെ വ്യത്യസ്തമാണ്. നാടും നഗരവും പുഴയിലുള്ള നല്ല സ്ഥലങ്ങളും കാഴ്ച കാണാനുള്ള ഇടങ്ങളുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടു. എല്ലാവരും ഒമാനിലേക്ക് വെൽക്കും. ഷാഡോ മലയുടെ മല. ജീവിതത്തില് ഒരിക്കലെങ്കിലും ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കണം. അതെ അതെ ഗൈസ്. അതുകൊണ്ടല്ല എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വന്നാൽ എല്ലാവരും ചിപ്പുവിന്റെ ഈ ചാനൽ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യണം. അതെ അതെ. ഉപ്പ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിക്കണം. ഇപ്പൊ ചെയ്തിക്കണം. എനിക്കറിയില്ലല്ലോ ചെയ്യാം. ഇപ്പൊ എന്നെ ചെവി കാണും. അങ്ങനെ കൊറേ ചുറ്റി നമ്മള് മേലെ എത്തി. മലയുടെ മേലയുടെ സൈഡിൽ എത്തിയിട്ട് ലേബായി കണ്ടപ്പോ ഞങ്ങൾ നിർത്തിയിട്ടതാണ്. ജസ്റ്റ് ഇറങ്ങിയിട്ട് 2 ഫോട്ടോസ് എടുക്കാൻ വേണ്ടി. കാരണം അവിടുത്തെ സ്ഥലങ്ങളൊക്കെ അപ്പൊ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് ഓരോ സ്ഥലങ്ങളും ഇതിനെക്കാട്ടും ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു മനസ്സിലായത്. തണുപ്പുണ്ട്, വെയിൽ ഇൻ ദ സെൻസ്, പക്ഷെ തണുപ്പുണ്ട്. നമ്മള് വ്യൂ പോയിന്റ് വന്നത്. പക്ഷെ ഒരു സേഫ്റ്റി ഇല്ല, ഒരു വീണ് കഴിഞ്ഞാൽ അപ്പുറത്ത് കിടക്കും, അങ്ങനത്തെ രീതിയിലായിരുന്നു. പക്ഷെ നല്ല രസമുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ഇവിടെ കമ്പാരിറ്റീവ്ലി തണുപ്പ് ഉണ്ട്, നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട്, വെയിലുണ്ട് പക്ഷെ തണുപ്പുണ്ട്, വെയിലുണ്ട് പക്ഷെ തണുപ്പുണ്ട്. അങ്ങനെ ആണ്ട്
ഭയങ്കര കുത്തനെ നടക്കുക. അടുത്ത് ഞങ്ങൾ പ്ലേസ് കാണാൻ പോയത് ഇവിടെ റോസ് കൾട്ടിവേഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ കുറെ റീൽസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ പോണത്. നല്ല ഇറക്കമുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ചെറുത് ബോട്ടിൽ മതി ഇറങ്ങാൻ ആവശ്യത്തിലുണ്ടല്ലോ. അവിടെ കൃഷി കാണണ്ട ഒരാള്. ഒരു പൂളുണ്ട്, അതായത് പൂളാ. സത്യം പറഞ്ഞാൽ ഒരു കുണ്ടിക്ക് കുന്നിറങ്ങിയോണ്ടാ തോന്നുന്നു. കുന്ന് കേറിയോണ്ടാ തോന്നുന്നു. തല അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോ തല ഒരു ഇതുപോലെ വെറുതെ നിക്കുമ്പോ തന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. അതെ, ഇൻഫിനിറ്റി. നമ്മള് പോണത് റോസ് ഗാർഡനിക്കാണ്. റോസ് ഗാർഡൻ ഉണ്ടോന്ന് അറിയില്ല. റോസ് നമ്മള് നോക്കിപ്പോ. ഇങ്ങാക്ക് എന്തത് പറയാ? കുട്ടേട്ടൻ ഞാൻ ഇപ്പൊ സുഭാഷായിരുന്നു.